ആദ്യമേ തന്നെ പൃഥ്വിരാജിനും മുരളി ഗോപിക്കും ലാലേട്ടനുമെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എമ്പുരാൻ സിനിമയിൽ നുണക്കോട്ട കെട്ടിയതിനും സിനിമയെ വളച്ചൊടിച്ചതിനും ഗുജറാത്ത് കലാപത്തെ വളച്ചൊടിച്ച് ആവിഷ്കരിച്ചതിനുമെല്ലാം ഈ സിനിമയിൽ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ജനങ്ങളെല്ലാം ഗുജറാത്ത് കലാപം എന്താണെന്നും അതിനു മുന്നോടിയായി നടന്ന ഗോത്ര കൂട്ടക്കൊല എന്താണെന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങൾ വിചാരിക്കുന്നു ഈ സിനിമയിലെ ആദ്യ സീനുകൾ അറിയാതെ സംഭവിച്ച ഒന്നാണെന്ന്? പൃഥ്വിരാജ് എന്ന നടനും സംവിധായകനും നിർമ്മാതാവും ഗായകനും എല്ലാമായ വ്യക്തി അറിയാതെ ചെയ്ത ഒന്നാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നോ? എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും കൂർമ്മബുദ്ധിയും അറിവും കഴിവും വിവരവും വ്യക്തമായ കാഴ്ചപ്പാടുമെല്ലാമുള്ള പൃഥ്വിരാജിൻ്റെ ബുദ്ധിപരമായ ഒരു ബിസിനസ് ഐഡിയയാണിത്. പൃഥ്വിയുടെ അമ്മയായ മല്ലിക സുകുമാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എമ്പുരാൻ തിരിച്ചു പിടിക്കും മുതൽ മുടക്ക്, അത് 100% ഉറപ്പാണ് എന്ന്. സിനിമയിലെ ഈ വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവും കാഴ്ചപ്പാടും എല്ലാവർക്കുമുണ്ട് എന്നത് ഉറപ്പാണ്. സിനിമയിലെ സംവിധായകനടക്കം മെയിനായിട്ടുള്ള എല്ലാ ആളുകൾക്കും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ അറിവ് ഉണ്ട് എന്ന് പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. മോഹൻലാലിനെയും ആൻ്റണി പെരുമ്പാവൂരിനെയും കഥ കേൾപ്പിച്ച കാര്യവും അതുപോലെ തന്നെ ഗുജറാത്തിൽ പോയി സീനുകൾ കണ്ട കാര്യവുമെല്ലാം. ഗുജറാത്ത് കലാപം എന്ന വിഷയം സത്യം പറയാതെ ഒരു വിഭാഗത്തെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് എടുത്തത് അറിഞ്ഞുകൊണ്ട് തന്നെയാവണം. ഇന്ത്യയിലെ എന്നല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ സിനിമ കാണണം എന്ന ഗൂഢലക്ഷ്യം. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പണം എങ്ങനെ ഉണ്ടാക്കാമെന്ന പൃഥ്വിയുടെ ബുദ്ധി അല്ലെങ്കിൽ ബിസിനസ് ഐഡിയ, അതായിരിക്കും ഇത്. ഈ ഒരു ഇഷ്യൂ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മുഖ്യനും പ്രതിപക്ഷ നേതാവും അടക്കം എല്ലാവരും ഓടിപ്പോയി ഈ സിനിമ കണ്ടത്. ഇപ്പോൾ ലാലേട്ടൻ്റെ പുതിയ നാടകമായ ഖേദപ്രകടനം, അതും ഒരു അഭിനയം മാത്രം. അണിയറ പ്രവർത്തകരായ ആർക്കും ഇതിൽ ഒരു വിഷമമുള്ളതായിട്ടോ ഖേദമുള്ളതായിട്ടോ തോന്നിയിട്ടില്ല. ഖേദം പ്രകടിപ്പിക്കുന്നത് പോലും ലാലേട്ടനെ സ്നേഹിക്കുന്ന കുറേ ആളുകൾക്ക് മനോവിഷമമുണ്ടായി, അതുകൊണ്ട് മാത്രമാണ് ഖേദം പ്രകടിപ്പിക്കുന്നത് എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. അതായത് ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കോ ഇതിൻ്റെ നിർമ്മാതാവിനോ സംവിധായകനോ അഭിനയിച്ച മോഹൻലാലിന് പോലും അതിലൊരു പ്രശ്നമുള്ളതായി തോന്നിയിട്ടില്ല. മറ്റുള്ള പുറമേയുള്ള അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കുറച്ച് പേർക്ക് വിഷമമുള്ളതായി തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഖേദം പ്രകടിപ്പിക്കുന്നത്. അതുപോലെ വിവാദമായ വിഷയങ്ങൾ മാറ്റിക്കൊണ്ടുള്ള പ്രദർശനം നടത്താൻ പോകുന്നത് വ്യാഴാഴ്ചയാണെന്നാണ് പറയുന്നത്. അതിനു മുന്നേ പാർട്ടി മതഭേദമന്യേ എല്ലാ ആളുകളും ഈ സിനിമ കണ്ടിരിക്കും. അതവർക്കും നല്ല പോലെ അറിയാം. അതാണ് അവരുടെ ബിസിനസ് ട്രിക്ക്. ഗോത്ര വിഷയമാണ് ഗുജറാത്ത് കലാപത്തിൻ്റെ മുന്നോടി, അല്ലെങ്കിൽ ഗുജറാത്ത് കലാപം ഉണ്ടാകാനുള്ള കാരണം തന്നെ ഗോത്ര വിഷയമാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ആ സിനിമയിൽ കാണിച്ചത്. അതാണ് പൃഥ്വിൻ്റെ ഐഡിയ അല്ലെങ്കിൽ പൃഥ്വിൻ്റെ ബിസിനസ് മൈൻഡ്. ഇതിൽ സിനിമ കാണാത്തവരും സിനിമ കാണരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ആളുകൾ പോലും ഓടിപ്പോയി ഈ സിനിമ കാണാൻ വരും. അതുതന്നെയാണ് അവർക്ക് വേണ്ടതും. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒക്ടോബർ 7 ഇസ്രായേൽ ജനതയെ കൊന്നൊടുക്കിയ ഹമാസ് തീവ്രവാദികളെയാണ്. ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ ഇതേപോലെയുള്ള ആക്രമണം നടത്തിയിരുന്നില്ല എങ്കിൽ ഹമാസ് നശിച്ചു പോകുമായിരുന്നില്ല, ഗാസ നശിച്ചു പോകുമായിരുന്നില്ല. ഇതിൻ്റെ എല്ലാം സൂത്രധാരർ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ആണിക്കൽ എന്ന് പറയുന്നത് ഹമാസ് അല്ലേ? 2002 ഫെബ്രുവരി 27 ഗോദ്രയിൽ തീവണ്ടിയിൽ വെച്ച് ജനങ്ങളെ കുരുതി കൊടുത്തില്ല, ജനങ്ങളെ ചുട്ടു കൊന്നില്ല എങ്കിൽ ഈ ഗുജറാത്ത് കലാപം ഉണ്ടായുമായിരുന്നോ? ഗുജറാത്ത് കലാപത്തിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് ഗോത്ര സംഭവമല്ലേ? ഇത് ആര് തന്നെ ചെയ്ത ചതിയാണെങ്കിലും ഇതിൽ മരണപ്പെട്ടവരും ദുരിതം അനുഭവിക്കുന്നവരും എല്ലാം ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല. എല്ലാ വിഭാഗക്കാർക്കും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്, ദുരിതം അനുഭവിക്കുന്നുണ്ട്. എന്തായാലും പൃഥ്വിരാജ് എന്ന മഹാന്റെ നാമം സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെടട്ടെ.